പാപത്തിന്റെ ഗൗരവം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കരയുന്ന കാവൽമാലാഖയെ കുട്ടിയുടെ അടുക്കൽ നിർത്തിയിരിക്കുന്ന ചിത്രമുണ്ട്. മാലാഖമാർക്ക് കരയുവാനോ ചിരിക്കുവാനോ കഴിയുകയില്ലെങ്കിലും യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമായിരിക്കും അവരുടെ കരച്ചിലും വാദ്യഘോഷങ്ങളും കാഹളവിളികളും. എന്റെ കാവൽമാലാഖെ, അങ്ങയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ കാത്തു സൂക്ഷിക്കണമേ. ഭരിച്ച് പരിപാലിക്കണമേ. ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. എന്റെ സ്നേഹവും കൃതജ്ഞതയും അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രഭാതത്തിലും രാത്രി വിശ്രമത്തിന് മുൻപും ചൊല്ലുന്നത് ഉത്തമമാണ്. എന്റെ കാവൽമാലാഖെ, അങ്ങയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ കാത്തു സൂക്ഷിക്കണമേ. ഭരിച്ച് പരിപാലിക്കണമേ. ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. എന്റെ സ്നേഹവും കൃതജ്ഞതയും അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രഭാതത്തിലും രാത്രി വിശ്രമത്തിന് മുൻപും ചൊല്ലുന്നത് ഉത്തമമാണ്. കാവൽമാലാഖമാർ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് ജെമഗൽ ഗാനി മുതലായ പല വിശുദ്ധർക്കും ദൃശ്യരായിട്ടുണ്ട്. സേവനങ്ങൾ ചെയ്തു കൊടുത്തതായും പറയുന്നുണ്ട്. നിന്റെ കാവൽമാലാഖയെ നീ ബഹുമാനിക്കുക. മാലാഖയുടെ സംരക്ഷണത്തിന് നീ കൃതജ്ഞതനായിരിക്കുക. മാലാഖയാൽ ശരണപ്പെടുക. മാലാഖയെ സ്നേഹിക്കുക. എല്ലാ വിഷമങ്ങളിലും വിപത്തുകളിലും പ്രലോഭനങ്ങളിലും മാലാഖയിലേക്ക് തിരിഞ്ഞ് അപേക്ഷിക്കുക. വിശുദ്ധ ബെർണാർദിന്റെ വാക്കുകളാണ് ഇവ.